ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് നോട്ട് 45G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് നോട്ട് 45G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. AMOLED ഡിസ്പ്ലേക്ക് ഇതിൽ വന്നേക്കാം. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 10 ബിറ്റ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 1300 നിറ്റ്സ് ആയിരിക്കും. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വന്നേക്കാം. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. അത് പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. IP53 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ ഡിസൈനിൻ്റെ കാര്യത്തിൽ ഒരു ഹാലോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7020 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 15,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ്. 20,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നും പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12 GB റാം വരെയൊക്കെ എക്സ്ട്രാ നമുക്ക് ലഭിച്ചേക്കാം. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. JBL 2 ചേർത്തുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഹൈറസ് ഓഡിയോയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 108 മെഗാ പിക്സലിൻ്റെ 1.75 പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 2 മെഗാ പിക്സലിലെ മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിലെ ഡെപ്ത് സെൻസറും വന്നേക്കാം. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ f2.2 പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററി ഡയറക്റ്റിൽ 5000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. ഇപ്പം 20,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. Type C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ബാറ്ററി പെർഫോമൻസ് ഒക്കെ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് Cheetah X1 ചിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഒബ്സിഡിയൻ ബ്ലാക്ക് അതുപോലെ തന്നെ ടൈറ്റാൻ ഗോൾഡ് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 21 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫിലിപ്പൈൻസിലാണ് ഈ സ്മാർട്ട് ഫോൺ ആദ്യം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഈ സ്മാർട്ട് ഫോൺ 20,200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം അതിനടുത്ത് വരുന്നൊരു പ്രൈസിങ്ങിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 18,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ഈ ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് നോട്ട് 45G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.